കുടുംബം വലിയ വിലയായിരുന്നു. ഇപ്പോൾ അതെല്ലാം പൊളിച്ച് ചെറുതാക്കുക. ഇരുന്നേ ഈ തൂണയിൽ ആദ്യം ചാരി ഇരിക്കാൻ ആദ്യം ഓടി വരും. അതുകൊണ്ട് ഈ തൂണയിൽ ഒരാളിരിക്കും, ഈ തൂണയിൽ ഒരാളിരിക്കും, ഇല്ല അവിടെ ഒരാളിരിക്കും. പിന്നെ ഇവിടെ ഒരു മേശ ഇട്ടേക്കും, ബെഞ്ച്, അതിലിരുന്ന് വായിക്കും. ഇതിനകത്ത് പുസ്തകം വെക്കും. ഇവിടെ ഉണ്ടായിരുന്നു ഔട്ട് ഹൗസ് പോലെ ആയിരുന്നു. ഞാനും കലപ്പേരമ്മയും കൂടുതലും വരാറ്. പിന്നെ ഇവിടെ ആശിച്ചേച്ചിയുണ്ട്. സ്കൂൾ വിട്ട് വന്നാൽ ഇങ്ങ് വരും. അമ്മയൊന്നും വരത്തില്ല, അമ്മയൊക്കെ കുഞ്ഞല്ലായിരുന്നോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നാൽ എന്തോ ചെയ്യുന്നതെന്നും അതിൻ്റെ കുറച്ച് അനുഭവങ്ങളും അതിൻ്റെ ഇന്നത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് ഞങ്ങളുടെ പിന്നെ റോഡിൻ്റെ കിഴക്കുവശത്തുള്ള ഞങ്ങളുടെ കുടുംബ മഠമാണ്. ഇത് പഴയ മഠം. അതിൻ്റെ ബാക്കി ശേഷിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇത്. അപ്പോൾ ഞാനിവിടെ വന്ന് ഇത് ഞാൻ കുറേ നാളുകൊണ്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം, ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ടി വി ഫോണും കമ്പ്യൂട്ടറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും. എന്തിനാണെന്നോ, നമുക്ക് ഈ മാസത്തിൽ 2 പ്രാവശ്യം ബാലരമ, പൂമ്പാറ്റ അങ്ങനത്തെ കാര്യങ്ങൾ പുസ്തകങ്ങളൊക്കെ വരുമല്ലോ, അമർ ചിത്രകഥ ഇങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇവിടെ മാത്രമേ ഇത് വരുത്താറുള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് ബുക്കുകൾ വരുത്തും. അപ്പം ഞാനും ചേച്ചിയും പ്രധാനമായിട്ട് വരുന്ന കാര്യം, അനിയത്തിമാർ 2 കൊച്ചാണ്. അന്നേരം ഞങ്ങളിതാ ഇവിടെ വന്നിട്ട്, പിന്നെ ഇവിടെ ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വായിക്കാനായിട്ട് ഇഷ്ടം പോലെ ബാലരമയും പൂമ്പാറ്റയും ഒക്കെ ഞങ്ങൾക്ക് എടുത്തു തരും. അപ്പം ഞങ്ങളിങ്ങനെ ഈ തൂണിൻ്റെ അവിടെ ഇരുന്നാണ് ഇങ്ങനെ വായിക്കാറുള്ളത്. ഓരോരുത്തരും ഓരോ തൂണ് ചാരി ഇരുന്ന് ഇങ്ങനെ വായിക്കും. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഞങ്ങളങ്ങനെ വായിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങ് വരും. അപ്പം അപ്പോൾ ഈ മുമ്പൊന്നും അങ്ങനെ വേറെ വീടുകളിലൊന്നും അങ്ങനെ വിടത്തില്ലല്ലോ കുട്ടികളെയൊന്നും, കളിക്കാനൊന്നും പുറത്ത് വിടത്തില്ല അങ്ങനെ. അപ്പോൾ ഇവിടോട്ടാകുമ്പം ഞങ്ങളുടെ അമ്മയ്ക്കും വിശ്വാസമാണ്, പേടിയൊന്നുമില്ല, ഇങ്ങോട്ട് വിടും. കാരണം ഇവിടെ വന്നിരുന്ന പുസ്തകം വായിക്കാനല്ലേ വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് വായിക്കും. അങ്ങനെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മുടെ ബാലരമയും പൂമ്പാറ്റ. ഇത് കണ്ടോ, ഈ തൂണിൻ്റെ അവിടെ ഇരിക്കാനായിട്ട് ഞങ്ങൾ അടിയാണേ. ഈ തൂണ ചാരി ഇരുന്ന് ഇങ്ങനെ വായിക്കാമല്ലേ, ഈ നടുക്ക് കൊണ്ടുവന്ന് കുറേ ബാലരമയും പൂമ്പാറ്റയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കും. എന്നിട്ട് ഞങ്ങളിങ്ങനെ വായിച്ച് തീർക്കും. അപ്പോൾ ഭയങ്കര ആവേശമാണ്. ഇപ്പോഴില്ല, അമ്മമാരൊക്കെ സീരിയൽ കാണാനുള്ള ആവേശമില്ല, അടുത്ത് എന്തായി എന്നൊക്കെ. അപ്പോൾ ഈ ബാലരമയ്ക്കകത്തൊക്കെയാണ് ഈ തുടർക്കഥകൾ കാണും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഇന്നത് വരെ ആയപ്പോൾ അടുത്ത് എന്തായി എന്നറിയാനുള്ള ആവേശം. പിന്നെ മായാവി, ശിക്കാരി ശംഭു, പിന്നെ ഡമരു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ അതെല്ലാം വായിക്കാനായിട്ടുള്ള ഒരു ആവേശത്തിൽ ഞങ്ങൾ വരും. വന്നിട്ട് ചിലർക്ക് പൂമ്പാറ്റയായിരിക്കും ഇഷ്ടം, ചിലർക്ക് ബാലരമയായിരിക്കും ഇഷ്ടം. എനിക്കാണെങ്കിൽ അമർ ചിത്രകഥയാണ് ഇഷ്ടം. അതാകുമ്പോൾ ഒരെണ്ണം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ഇരിക്കാം. അപ്പം ആ പുസ്തകങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇത് കണ്ടോ, ഇവിടെ മുരളി ലൈബ്രറി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ആ മഠത്തിലെ തന്നെ ലൈബ്രറിയാണ്. അപ്പോൾ പണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഇതെല്ലാം കേടുകൂടാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം വീടൊക്കെ പുതുക്കി പണിഞ്ഞെങ്കിലും അലമാരകളൊക്കെ അതേപോലെ കണ്ടോ, നല്ല വൃത്തിയായിട്ട് ഇപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് എല്ലാ ബുക്കുകളും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട് ഇതിനകത്ത്. ബാലരമ, പൂമ്പാറ്റ, നാരായണീയം, ബൈബിൾ കഥകൾ, ഭാഗവതം, ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ, കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ, യാത്രാവിവരണങ്ങൾ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ പുരാണ ഗ്രന്ഥങ്ങൾ, പുരാണ പുസ്തകങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പം നന്ദൂസിന് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അതിശയമായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവനോട് പറയാറുണ്ടെങ്കിലും അവൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. കണ്ടോ, അവൻ ചോദിക്കുന്ന ഇത്രയും പുസ്തകങ്ങളൊക്കെ ഉണ്ടോ വരുമേന. ഇതിലൊക്കെ പാഠപുസ്തകങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടായിരുന്നു അതിനകത്ത്. ഇവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പഠിച്ച പുസ്തകങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നന്ദൂസ് തൻ്റെ ഒരു ബുക്ക് എടുത്തിട്ട് അതിന് എത്ര പേജ് ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് എത്ര കുഞ്ഞക്ഷരങ്ങളാണെന്നോ അതൊക്കെ. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. മുരളി ലൈബ്രറി എന്ന ഇതിന് അറിയപ്പെടുന്നത്. അപ്പം ഞങ്ങൾ വരാറുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിരുന്ന പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിലത്തെ വളരെ നല്ല ഓർമ്മകളും നല്ല അനുഭവങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇപ്പോഴും ഞാനതെല്ലാം നന്ദൂസിനോട് പറയുമായിരുന്നു, ഇങ്ങനെ ഞങ്ങൾ വരാറുണ്ടെന്നും ഇങ്ങനെ ബാലരമയും പൂമ്പാറ്റയൊക്കെ വായിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അവൻ ചോദിച്ചു ഇപ്പോഴുണ്ടോ ബാലരമ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ തിരക്കുണ്ടെങ്കിൽ വരുത്തി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുകയല്ലേ, അപ്പോൾ അവനും പുസ്തകങ്ങളൊക്കെ കിട്ടിയാൽ വായിക്കാനൊക്കെ ഇഷ്ടം തന്നെ കേട്ടോ.
പക്ഷേ ഈ ഫോൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫോൺ മതിയല്ലോ, അതാകുമ്പം പ്രത്യേകിച്ച് അങ്ങനെ റിസ്ക് ഒന്നും ഇല്ലല്ലോ, കണ്ടുകൊണ്ടങ്ങിരുന്നാൽ മതി. അങ്ങനെ ഇത് താഴത്തെ റൂമിൽ കെട്ടി വെച്ചിട്ടുണ്ട് കുറേ പൂമ്പാറ്റയും ബാലരമയും. അപ്പോൾ അവന് അതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. അങ്ങനെ അവനതെല്ലാം അതിശയത്തോടെ നോക്കുക. കാര്യം ഞാൻ പറയുന്ന ഓരോ പേരുകളും അതിനകത്തുണ്ടായിരുന്നു, ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ള പേരുകളെല്ലാം അതിലുണ്ടായിരുന്നു. അങ്ങനെ അവനതൊക്കെ നോക്കി വായിച്ചുകൊണ്ടിരിക്കുക. അവന് വായിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ബാലരമയിലും പൂമ്പാറ്റയിലും ഒക്കെ ചുമ്മാതുള്ള കഥകളല്ല, നല്ല കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കൊച്ചു കൊച്ചു കഥകളും ഒക്കെ അല്ലേ. അതുകൊണ്ട് അവന് ഇഷ്ടമായതുകൊണ്ട് അവന് ഭയങ്കര അതിശയം. ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടോ പേരമ്മേ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇവനിങ്ങനെ ആയിരിക്കും ഇവിടെ എന്ന് ഞാൻ ഇവനോട് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ അവനതെല്ലാം കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോന്നും അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും അവിടെ ഉണ്ട്. കണ്ടോ, ഇതെല്ലാം ബാലരമയും പൂമ്പാറ്റയുമാണ് പഴയത്. കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുള്ള എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്നോ. വായിച്ചത് തന്നെ പിന്നെയും പിന്നെയും വായിക്കും ചില സമയത്ത്. മാസത്തിൽ 2 തോന്നുന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് അടുത്തത് വരണ്ടേ, അതിന് വരെയുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പഴയതൊക്കെ എടുത്ത് ഇതേപോലെ വായിക്കും. കണ്ടോ, ഈ ബാലരമയൊന്നും കണ്ട പേജിന് പോലും ഒരു മാഞ്ഞിട്ട് പോലും ഇല്ല. കണ്ടേ, മായാവി, ഇതൊക്കെ എന്തൊരു ആവേശത്തിൽ വായിച്ചുകൊണ്ടിരുന്ന കുട്ടൂസനും ഡാഗിനിയും വിക്രമനും മുത്തുവും രാജുവും രാധയും മായാവിയും വടിയും. ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞില്ലേ തുടർ കഥകൾ. എൻ്റെ താഴെ കൊണ്ടുവന്ന് തുടരും എന്നെഴുതി വെക്കും. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച ഇത് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. ശിക്കാരി ശംഭു, ശിക്കാരി ശംഖു ഒക്കെ എന്ത് രസമായിരുന്നു. പിന്നെ അടുത്തടി ഇതിനാ പദപ്രശ്നം പെൻസിലിട്ട് പൂരിപ്പിക്കും ഓരോരുത്തരും, എന്നിട്ട് തുടയ്ക്കണം, എന്നാലല്ലേ അടുത്താക്ക് അത് എഴുതാൻ പറ്റൂ. അതുകൊണ്ട് പോകുമ്പോൾ ഞങ്ങളൊരു പെൻസിലും റബ്ബറും കൂടെ കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് അതെല്ലാം പദപ്രശ്നം എല്ലാം പൂരിപ്പിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കി അങ്ങനെ എന്നിട്ട് അടുത്താക്ക് കൈമാറും. നമ്മളെല്ലാം എഴുതിയതെല്ലാം നമ്മൾ മായ്ക്കണം, എന്നിട്ട് അടുത്താക്ക് കൈമാറും. അപ്പം അടുത്ത അയാൾ എഴുതും. അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു. എന്നിട്ട് ആർക്കായി ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയെന്നൊക്കെ നോക്കും, എഴുതിയിടും പേപ്പറിനകത്ത്. അപ്പം ഞാനൊരു പദപ്രശ്നം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ അതിൻ്റെ ആൻസർ ശരിയാണോ എന്ന് നോക്കി അതിനെ എനിക്കിപ്പോൾ 10 ആണെങ്കിൽ 10 എത്ര കിട്ടി അങ്ങനെ എഴുതിയിട്ട് അടുത്ത ആൾ ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലങ്ങൾ. വേണ്ടേ, അങ്ങനെ ബാലരമ ഇതേപോലത്തെ കണ്ട രാജകുമാരിയുടെയൊക്കെ കഥകളൊക്കെ എന്ത് രസമായിരുന്നെന്നോ വായിക്കാൻ. അപ്പം അവിടുത്തെ മോന് ശ്രീഹരി എന്ന് പറയും, അവിടുത്തെ കൊച്ചുമോനാണ്. ഞാൻ നേരത്തെ ഒരു ഫോട്ടോ കാണിച്ചില്ലേ, അതാണ് ശ്രീഹരിയുടെ മുത്തശ്ശൻ. ശ്രീഹരിയുടെ മുത്തശ്ശൻ്റെ ആയിരുന്നു ഈ പുസ്തകങ്ങളൊക്കെ. നേരത്തെ മുത്തശ്ശനായിട്ടാണ് ഇതെല്ലാം തുടങ്ങിയതും. എല്ലാം അടുക്കി പെറുക്കി വെച്ച് വൃത്തിയാക്കി. പിന്നെ ഇപ്പോൾ അവിടുത്തെ ചേട്ടന്മാരും പിന്നെ ഇപ്പം ശ്രീഹരിയെ കൂടെ വിളിച്ചുകൊണ്ട് വന്നാൽ ഞങ്ങളിതെല്ലാം കണ്ടതും. ഞാൻ ചെന്നപ്പോഴേ ചോദിച്ചു, മോനെ ഇപ്പോൾ പുസ്തകങ്ങളെല്ലാം ഉണ്ട്, എല്ലാം മുകളിലുണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്രീഹരിയും കൂടെ വന്ന് ഞങ്ങളുടെ കൂടെ എല്ലാം കാണിച്ചു തന്ന് വൃത്തിയായി ായിട്ടെല്ലാം ഞാൻ ആവശ്യത്തിന് ഫോട്ടോയും എടുത്ത് നമ്മുടെ നന്ദൂസിനെയും കാണിച്ചത്. കണ്ടോ, തുക്കാറാം അമർ ചിത്രകഥയൊക്കെ കഥകളാണ്. ഇതെല്ലാം ഞങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് അവിടെ കൂടുതലും ഉള്ളത്. കണ്ടോ, ഇതൊക്കെ എന്ത് രസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്കാണെങ്കിൽ ഈ അമർ ചിത്രകഥ വായിക്കാനാണ് ഇഷ്ടം. കാര്യം ഇത് കണ്ടോ, ഒരു പുസ്തകം എടുത്താൽ അത് ഫുള്ള് നമ്മളൊരു സിനിമ കാണുന്ന പോലെ നമുക്ക് മാറി മാറി ഒന്നും കാണണ്ട, വായിക്കണ്ട. ആ ഒരു പുസ്തകം എടുത്താൽ അത് മുഴുവനും ഒറ്റ ഇരുപ്പിനിരുന്ന് അതങ്ങ് വായിച്ചു തീർക്കും. എന്തോ ചെറിയ പുസ്തകമല്ലേ, അപ്പം നമുക്കൊരു 1/4 മണിക്കൂറുണ്ടെങ്കിൽ ഒരു പുസ്തകം വായിച്ചു തീരും. പിന്നെ അതായത് ഇതേപോലത്തെ പുരാണ കഥകൾ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ നന്ദൂസിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ വേണമെങ്കിൽ അവിടെ ചെന്നിരുന്നാൽ അവന് അവധിയുള്ള ദിവസങ്ങളാണെങ്കിൽ അവിടെ ചെന്നിരുന്നാൽ അവിടെ മുത്തശ്ശിയുണ്ട്, കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് വായിക്കാം. വായിച്ചിട്ട് തിരിച്ച് പുസ്തകം അതുപോലെ സൂക്ഷിച്ച് അവിടെ വെക്കുന്നതുകൊണ്ടല്ലേ ഇത്രയും വർഷങ്ങളായിട്ടും അതുപോലെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളൊക്കെ അവിടെ അതുപോലെ ഇരിക്കുന്നത്. ഞാനും ചേച്ചിയുമായി ഇവിടെ കൂടുതലും വരാറുള്ളത്. പിന്നെ ഇവിടുത്തെ ചേച്ചിയുണ്ട്, ആശ ചേച്ചി, ഞങ്ങളുടെ ഏകദേശം ഞങ്ങളുടെയൊക്കെ പ്രായമാണ്, എൻ്റെ ചേച്ചിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാൽ വായിക്കുന്നതും. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പുസ്തകം എല്ലാം എടുത്തു തരും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് വായിക്കും. എന്നിട്ട് ഇതിനകത്തെ കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും. അതൊക്കെ ഓർക്കുമ്പം ഒരു വല്ലാത്തൊരു ഫീല് തോന്നുന്ന
കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവർക്ക് അതൊക്കെ അറിയായിരിക്കും. അങ്ങനത്തെ കൂട്ടുകെട്ടും ഇതുപോലത്തെ ബാലരമ വായിക്കൽ, പൂമ്പാറ്റ വായിക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഒന്നിച്ചിരുന്നുള്ള കഥ പറച്ചിലുകൾ. എന്നിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ ചെല്ലുമ്പോൾ ഇതുപോലെ വായിക്കുന്ന വേറെയും കുട്ടികൾ കാണുമല്ലോ. അപ്പം നമ്മൾ പിറ്റേ ദിവസം സ്കൂളിൽ ചെല്ലുമ്പോഴും ഇത് തന്നെയാണ് ചർച്ചാ വിഷയം. നീ ഇന്നലത്തെ ബാലരമ വായിച്ചോ, കഴിഞ്ഞ ആഴ്ചത്തെ ബാലരമയ്ക്കകത്തെ കഥ ഇതായിരുന്നു, ഈ ആഴ്ച ഇതായിരുന്നു എന്ന് പറയും നമ്മൾ ഇപ്പോഴത്തെ. എന്നിട്ട് പുതിയത് കിട്ടിയവർക്ക് ഭയങ്കര സ്കൂളിൽ കൊണ്ടുവരാനും പറ്റത്തില്ലല്ലോ. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ടീച്ചർമാർ വഴക്ക് പറയും. പിന്നെ ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെങ്കിൽ അതുമായി ഭയങ്കര ഒരു എന്താ പറയുക, അത്രയ്ക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു സാധനം. എല്ലാവർക്കും ഇത് കിട്ടുമ്പോൾ ഭയങ്കര കാത്തിരിക്കും, ആവേശമാണ്. അതുകൊണ്ട് തന്നെ അവർ സ്കൂളിലൊന്നും കൊണ്ടുവരത്തില്ല. പിന്നെ ഇതുപോലെ അമർചിത്ര കഥയുടെയൊക്കെ കഥ പറയാൻ തുടങ്ങിയ എങ്ങനെ കുറേ പിടിക്കത്തില്ലേ. എന്നാലും അതിൻ്റെയൊക്കെ ഓരോരുത്തരും വായിച്ച കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതായത് ഇപ്പോഴത്തെ മുത്തശ്ശി അവിടെ ഇരുന്ന് വായിക്കുന്ന ഇപ്പോഴുള്ള വായനാ പുസ്തകങ്ങളൊക്കെയാണ്. ഓമനച്ചേയി എന്ന് ഞങ്ങൾ വിളിക്കുന്ന സാവിത്രി ദേവി ഓമനച്ചേയിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ള മുത്തശ്ശി. പിന്നെ നന്ദൂസ് ബുക്കൊക്കെ വായിക്കുന്നുണ്ടോ. ഞങ്ങളങ്ങനെ ആ ലൈബ്രറിയിൽ നിന്ന് അവനൊരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ശരിക്കും അവിടെ പോയത് എനിക്ക് നമ്മുടെ ഓമനച്ചേയിയുടെ ഇതാണ് സാവിത്രി ദേവി എന്ന് പറയുന്ന ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഓമനച്ചേയി. അപ്പോൾ ഓമനച്ചേയിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഒരു അധ്യാപികയായിരുന്ന ഓമനച്ചേയിയുടെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്ന വീഡിയോയുമായിട്ട് ഞാൻ നാളെ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.